എവിടുന്ന് കിട്ടി? വരവാ. കൊടുക്കുമോ? ആർക്കാ? വക്കീലദ്ദേഹത്തിന്. 5-6 ദിവസം കഴിയട്ടെ. വാ. വാടി വാടി, ഇങ്ങോട്ട് വാടി. നീ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? എനിക്ക് പേടിയാവുന്നു. പുതിയതായിട്ട് ഇറങ്ങിയതാണല്ലേ? നാണം മാറിയിട്ടില്ല. നിന്റെ വീട് എവിടെയാ? നിനക്ക് വീടില്ലേ? ഇല്ല. നിന്റെ പേരെന്താ? ലതിക. നിന്നെ കുറച്ചു ദിവസം ഞാൻ നിർത്തിക്കൊള്ളാം, പേടിക്കണ്ട. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് കൊണ്ടുവന്ന് വിടാം. വാ. ഇന്നെന്താ ഇത്ര നേരത്തെ പോകുന്നത്? ലാസ്റ്റ് ബസ് വരാൻ നേരമായില്ലല്ലോ. ഞാൻ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കാൻ വന്നതാണ്. ഞാൻ ഒന്നുകൂടെ ജോലിക്ക് പോയിട്ട് വരാം. ഇതിനെ എവിടുന്ന് കിട്ടി? അതൊക്കെ പിന്നെ പറയാം. ഗരികെ, നീ അങ്ങ് അകത്ത് കയറി ഇരിക്കേ, ഞാനിപ്പോ വരാം. അകത്തോട്ട് കയറിയിരിക്കേ. വാ. ഇവിടെ ഇരിക്കേ. അത് ഞാൻ എന്താ ഇതാണ്ട് അപ്പഴേ മാടം കൊണ്ടുവന്ന പെണ്ണെന്തി വിളിക്ക്, ഒന്ന് കാണട്ടെ. ആ പെണ്ണിനെ ഞാൻ വഴിക്ക് വെച്ച് കളയും. അങ്ങനെ അധികം അഴിഞ്ഞു നടന്ന മട്ടില്ല. പുതിയതാണെന്നാ എനിക്കും തോന്നുന്നത്. എന്നാലേ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പൊക്കോളാം. ഞാൻ അതൊന്നും ഏർപ്പാടാക്കാൻ ആദ്യം ഞാൻ ആ മാടൻ അങ്ങനെ പരുക്കാം. മാറിൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങ് പോവാം. കുറച്ചുകൂടി ഒഴിക്കണം. ഇതന്നെ കഴിച്ചു. അപ്പുറത്ത് വന്നവർ തന്നു കഴിച്ചതാ. എനിക്ക് വേണ്ട. എന്നതാ കുട്ടി? എന്നാ കഴിക്കണ്ട. മാടൻ അറിയണ്ട, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. അയ്യോ വേണ്ട, പേടിക്കണ്ട. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഓടിക്കളയും. എന്നാ വേണ്ട, ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നും മാടനോട് പറയല്ലേ. ഇത് കൊട്ടോടി വല്ല വെട്ടിരുമ്പ. എന്താ എന്തോ കൊടുക്കണം? 2 ദിവസം കഴിയട്ടെ. ഇന്നെന്താ? അവള് മാടനോട് പറഞ്ഞ വഴക്കാകും. മാടൻ ഞാനങ്ങ് ആശിച്ചതാണ്. ഞാൻ ഏറ്റു. 2 ദിവസം ക്ഷമിക്കും. എന്നാൽ അത് മതി.
അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട. ആരെങ്കിലും 1 രൂപയ്ക്ക് കുടിക്കാൻ വന്നാൽ അവരുടെ വായി നോക്കി അങ്ങ് ഇരിക്കും. ആരാ? ഞാനാ, നാണക്കുട്ടൻ കലാകാരൻ. എന്താ? നല്ല തനി തലവാറ്റൊരു കുപ്പി വേണം. തീ കത്തുന്നതായിരിക്കും. ഇവിടെ കത്തുന്ന പൈസയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചോണ്ട് പോയെന്ന് പങ്കജാക്ഷോടും തള്ളിയോടും പറയരുത്. അവൾ അറിഞ്ഞാൽ അവള് പറയും അവൾ ഒരടിച്ചുണ്ടാക്കിയ കാശ് ഞാൻ കൊണ്ടുനടന്ന് കുടിക്കുകയാണെന്ന്. വിവരമില്ലാത്തവളാണെന്ന് കലാവാസനില്ലാത്ത ശപം. ആ മാടൻ ഇനി എവിടെ പോയി കിടക്കുന്നു? നീ എന്തിനാണ് കരയുന്നത്? സാർ എന്നെ അടിച്ച്. എന്നാ ഇതുകൂടി ഇരിക്കട്ടെ. അയ്യോ കഷ്ടം. എന്തിനാ സാറേ അയാളെ വീട്ടു പഠിച്ചത്? ഇവനെ തല്ലാൻ കഴിവില്ലെങ്കിൽ ഇവൻ തല്ല് കൊള്ളേണ്ടവനാണ്. ഇറച്ചിയും കൊണ്ട് നടക്കുന്നു തടിയൻ. നാണമില്ലല്ലോ തന്നെ. ഞാനാണ് ഇവനെ അടിച്ചത്. നിന്നെ ഇവൻ അടിക്കാത്തതിനാണ് ഇവനെ ഞാൻ അടിച്ചത്. ഞാനൊരുത്തനെ അടിച്ചാൽ അവൻ എന്നെ തിരിച്ചടിക്കില്ല. നീ ആരെയും അടിക്കാതെ അടി വാങ്ങുന്നത് കാണണം. നീ ചുമട്ടിൽ തല്ലുകൂടാ. നീ അറിയില്ല. എന്നെ കൊല്ലുണ്ടോ? എടാ, ചുമട്ടുകാരിൽ ഒരുവനെ തല്ലാൻ ഈ ടൗണിൽ ആരും വളർന്നിട്ടില്ലടാ. അവിടെ ചുമക്കാൻ നടക്കുന്നു. തോന്നാ മതിയല്ലോ.